നിൽക്കുന്നത്. കയ്യിൽ ആരും ആണി അടിച്ചത് ഷട്ടറെ പതിഞ്ഞ് നിൽക്കുക. കാരണം മുന്നോട്ട് അവൻ ആഞ്ഞാൽ വീഴും, സൈഡിലോട്ട് ആഞ്ഞാലും വീഴും. അപ്പൊ സ്റ്റാച്ചു അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അടിച്ചേക്കുന്ന വാട്ടീസ് അതുപോലുള്ള വാട്ടീസ് അടിച്ചേക്കുന്നത്. അങ്ങനെ അടിച്ചിട്ട് പിന്നെ ഞാൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്ത് നല്ല ശോഭയായിരുന്നു എന്നറിയാമോ? ഈ കാർപ്പറ്റിന്റെ കളറായിരുന്നു അവന്റെ കണ്ണ്. അടിച്ച് പിന്നീട് ഈ കണ്ണൊക്കെ അടിച്ച് പോകുന്ന പറഞ്ഞാൽ ശരിയാണ്. ചാരാ അടിച്ചു കഴിഞ്ഞാൽ പോകുന്ന പറഞ്ഞാൽ അങ്ങനെ അടിക്കും. അത് പോകാറായ അങ്ങനെ ഫിലമെന്റ് കത്തി തീരാറായ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ ചുമന്ന് നിൽക്കുക. ഞാൻ അവനെ ഇങ്ങനെ വിളിച്ചു, അവനെങ്കിൽ വരാൻ പറഞ്ഞു. പറയണം, നീ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. നിനക്ക് ഞാൻ അവിടെ ഒരു പണിയൊക്കെ പിടിച്ചു തന്നല്ലേ, നീ ആ ജോലിക്ക് പോകാൻ നീ ഇവിടെ നിന്നാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. 2 വഴക്ക്. നീ എന്നെ പരിപാടികളായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴത്തേന് അവൻ എന്റെ അപ്പനും അമ്മ എന്നെ തള്ളി, എന്റെ സഹോദരൻ, എന്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, എന്റെ അളിയനും എന്നെ വേണ്ട, പാസ്റ്ററിന്റെ വഴക്ക് പറഞ്ഞു, ഞാൻ ചാകാൻ പോവാന്ന്. എന്റെ പൊന്നെ, അത് കോഴിക്കാരത്ത് ചാകാൻ പോവാന്ന് പറയണ്ട. ചാ എന്ന് പറയുമ്പോഴേ അവന്മാർ തൂക്കേറിട്ട് കയറി ചാത്തുകളെ ചോദിച്ചു നോക്കും. ആഴ്ച ആത്മഹത്യ നടന്ന സ്ഥലം അവിടെ. അവന്മാര് കട്ടക്കാപ്പി കുടിക്കുന്നല്ലോ, വിഷക്കുപ്പി എടുത്ത് കുടിച്ചോണ്ടിരുന്നു. ഇപ്പൊ അതങ്ങ് മാറി, ആ പാഷനങ്ങ് മാറി. ഇപ്പൊ എല്ലാവരും ഈ തൂക്കുകയാണ്. കയറി ഞാൻ നാടണം, ചത്താലും ഞാൻ ആടിക്കൊണ്ടിരിക്കണം. ചത്താല് ആടിക്കൊണ്ടിരിക്കണം. ഇപ്പൊ എല്ലാവരും 19 വയസ്സുള്ള, 16 വയസ്സുള്ള, 17 വയസ്സുള്ള എല്ലാവരും കയറാനകത്ത്. കഴിഞ്ഞ ദിവസം എന്റെ ദൈവത്തിന് പരിശുദ്ധാത്മാർ വെളിപ്പാട് കാണിച്ചത് ഇന്ന പോലാന്ന് പറഞ്ഞു. ഇന്നിന്റെ പോലെ കാണിക്കാന്ന് പറയാം. എന്നിട്ട് അവനെ ഒരുത്തരെങ്കിൽ പിടിച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, നിന്നെ അതീന്ന് പറിച്ചെടുത്ത് നീ ദൈവത്തിന്റെ കൃപയോടെ നിൽക്കണം പറയാം. നിന്ന അവന് കൊള്ളാം. അല്ലെങ്കിൽ ഇനി ഇത് സംഭവിക്കും പറഞ്ഞു തീർന്നിട്ട് പിറ്റേ ദിവസം അടുത്ത താഴെ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചോ. അപ്പൊ അങ്ങനെ സംഭവം നടക്കുന്നിടത്ത് ഇവനോട് ഞാൻ ചാകാൻ പോകുന്ന ദൈവമേ, അവസാനം ഇവനെ ഞാനാ കണ്ടത്, ഞാനാ പറഞ്ഞത്, എനിക്കിട്ടും കൂട്ടുകൂടല്ലോ, ദൈവം പോകുന്ന പോക്ക് കണ്ടോ. അയ്യോ, ഇവൻ അവസാനം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവൻ ഒരു വേപ്പുമില്ല, ഒന്നുമില്ല, 100 പോകുന്നത്. എനിക്കറിയാം പിശാച് കൊണ്ടുപോകും. ഞാൻ ആ വണ്ടി ഇരുന്നോണ്ട് പറഞ്ഞു, എന്റെ രാജാസുമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കടകട രാജാസുമ ഇരുന്നോണ്ട് പറഞ്ഞു, ഞാൻ യഹോവയുടെ അഭിഷിക്തനെ പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇവിടെ വേണത് കയറാൻ. വണ്ടി ഇരുന്നു, വണ്ടിയെ കയറി പേടിച്ചു വന്ന് വണ്ടിയെ കയറി. ആ വണ്ടിയിൽ ഡ്രൈവിംഗ് സീറ്റ് അപ്പുറത്തെ സീറ്റ് ഇരുന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു, മക്കളെ നീ ദൈവത്തിനോട് ഇരിക്കണം, നീ യേശുവിനോട് ഇരിക്കണം. ഇന്ന് ജോർജ് വാസ്റ്റർ ഇവിടുത്തെ വർഷിപ്പ് ലീഡറാണ്. കരങ്ങളെ ഇവിടുത്തെ കർത്താവിനെ സ്തുതിച്ചാണ്. അവൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ അവന്റെ കണ്ണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ വന്നപ്പോഴും ഞാൻ ഇവൻ നടന്നു വരുവോ, ഞങ്ങൾ അങ്ങോട്ട് ആരാധനയ്ക്ക് പോവോ. എടാ മക്കളെ, നീ ഇന്ന് ആരാധനയ്ക്ക് പോയില്ലെന്ന് ചോദിച്ചു. പാസ്റ്റർ രാവിലെ ആരാധനയ്ക്ക് പോയി, നല്ല വർഷമെല്ലാം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. അവന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോ പണ്ട് കണ്ട കണ്ണല്ല. ഹല്ലേലൂയ. പണ്ട് കണ്ട കണ്ണല്ല, അവന്റെ കണ്ണ് തന്നെ കണ്ണിന്റെ തന്നെ ശോഭയായി മാറുവാൻ കൂടെ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മായാമോഹങ്ങളുടെ ഇമ്പങ്ങളിൽ കൂടെ നടക്കുന്ന നിനക്ക് ചിലപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നിന്നെ ഒരു നിമിഷത്തെ, ഒരു നൈമിഷിക നേരത്തെ ഹല്ലേലൂയ നിന്റെ ചിന്തകൾ കൊണ്ട് ചിലപ്പോൾ നിന്നെ ആത്മഹത്യയിലേക്കും, ഹല്ലേലൂയ ഒരു കയറിലേക്കും, ഒരു കുപ്പി വിഷത്തിലേക്കും, ഹല്ലേലൂയ എന്തിനു വേറെ അല്ലെ ഇവിടുന്ന് ചിലപ്പോ ഇവിടെ ചാകാൻ മേലാത്ത ട്രെയിനിന് മുന്നിൽ പോയി നിൽക്കുന്ന അനുഭവങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്കും ഒക്കെ നിന്നെ ഓടിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ നീ രുചിച്ചൊന്ന് അറിഞ്ഞിട്ട് അവനെ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ചിട്ട് അവന്റെ വചനത്തിന്റെ ആജ്ഞകളും അവന്റെ കൽപ്പനകളും നീ ഒന്ന് അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ സ്ഥിതി മാറും. നിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനും കൂടെ വരും. ഇവിടെ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ, ദൈവദിനത്തിന് ഹല്ലേലൂയ സ്തോത്രം അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ നിങ്ങളെ ഉപദേശിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം ഇതൊന്നും ചുമ്മാ കാലം കൊണ്ട് പുറകാലം കൊണ്ട് തട്ടിക്കളയല്ലേ. അത് നിന്റെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നീ ഒന്ന് മനസ്സോടെ സ്വീകരിച്ച ഒരു കാര്യം ഉറപ്പാകട്ടോ, നീ താളടിയായി പോകത്തില്ല. ഈ വചനം കേൾക്കുന്ന നീ താളടിയായി നീ നശിച്ചു പോകത്തില്ല, നിന്റെ തലമുറ നശിച്ചു പോകത്തില്ല, നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഒരു വാക്യം കൂടെ, സങ്കീർത്തനം 13:3. ഹല്ലേലൂയ. എന്റെ ദൈവമായ യഹോവേ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ. കേട്ടോ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ. മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ. മരിച്ചു ഇല്ല നമുക്ക് എങ്ങനെ നോക്കുന്നത്? നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? നാടിയെ പിടിച്ചു നോക്കും അല്ലേ മാം, അല്ലെ? ഇവിടെ പിടിച്ചു നോക്കും, ഇവിടെ പിടിച്ചു നോക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവസാനം ഈ കണ്ണരിങ്ങനെ നോക്കത്തില്ല, ഇങ്ങനെ നോക്കും. ഹല്ലേലൂയ. നിന്റെ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നിന്റെ കണ്ണിന് നോക്കിയാൽ അറിയാം. ഹല്ലേലൂയ. ഇതൊക്കെ പുസ്തകത്തിൽ ഈ MBBS ഡോക്ടർമാര്, കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ച ഡോക്ടർമാരൊന്നും അല്ല ഈ സാധനം കൊണ്ടുവന്ന്. ഇതൊക്കെ പുസ്തകത്തിൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിന്റെ ആരോഗ്യത്തെ എവിടെ നോക്കിയാൽ എങ്ങനെ നീ ആയിരിക്കും എന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. ഹല്ലേലൂയ. അതിനുള്ള മറുമരുന്ന് ഇതിനകത്ത് തന്നെ ഉണ്ട്.
ഇവിടെ എഴുതി വെച്ചിരിക്കുക, നീ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ നിന്റെ കണ്ണുകളെ ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നീ മരണനിദ്ര പ്രാപിക്കത്തില്ലേ. ഇനി അഥവാ നീ ഹല്ലേലൂയ മരിച്ചാലും അതൊരു ഉറക്കമാണ്. നീ ഉണരുന്നൊരു ദിവസമുണ്ട്, നീ ഉണരുന്നൊരു ദിവസമുണ്ട്. അതേ ഒരു പ്രകാശം മധ്യാകാശത്ത് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, കോടാനുകോടി ദൂതന്മാരുമായി ഒരു ഹല്ലേലൂയ മധ്യാകാശത്തിൽ ഹല്ലേലൂയ സ്തോത്രം നീയും ഞാനും ആരും നനയ്ക്കാത്ത സമയത്ത് ഹല്ലേലൂയ ഒരുവൻ വെളിപ്പെടും. ഹല്ലേലൂയ, ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചമെന്ന് അരുളി ചെയ്തവൻ ഹല്ലേലൂയ സ്തോത്രം സൂര്യനേക്കാൾ ശോഭയായിട്ട് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തുവിൽ മരിച്ച നീ ഹല്ലേലൂയ ഈ മണ്ണിനടിയിൽ ഒരിക്കലും അവസാനിച്ചു പോകത്തില്ല. നീ ഈ മണ്ണിനടിയിൽ തീർന്നു പോകത്തില്ല. അവനോടൊപ്പം വസിക്കുവാൻ ആദ്യം മരിച്ചവരായ ഹല്ലേലൂയ മരിച്ച വിശുദ്ധന്മാരായ നമ്മൾ അവനോടുകൂടെ ചേർക്കപ്പെടുവാൻ കൊണ്ടേറ്റ്. അപ്പൊ ഈ ദൈവിക പ്രകാശം കണ്ണുകളിൽ ലഭിച്ചാലുള്ള ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ സിസ്റ്ററെ, ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഇവിടുന്നുണ്ടോ ഇച്ചിരി ചെറിയ വിവരങ്ങളൊക്കെ എന്നാലും പോട്ടെ, കുഴപ്പമില്ല. നമ്മളെ കണ്ടുണ്ട്, ആരും നമ്മളെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ, ആരും നമുക്കൊരു വില കൽപ്പിക്കാതിരുന്നപ്പോൾ, എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ പലപ്പോഴും ഓർക്കുന്നില്ലേ, നിന്റെ കടത്തിന്റെ, നിന്റെ ഞെരുക്കത്തിന്റെ, നിന്റെ പ്രയാസത്തിന്റെ വേളയിൽ ഹല്ലേലൂയ നീ സഹായിക്കുമെന്ന് കരുതിയവർ നിന്റെ വീടിന്റെ മുന്നിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു മാറി മുഖം തിരിച്ചു പോയ സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഹല്ലേലൂയ സ്തോത്രം. നിന്റെ മക്കളുടെ ആ വിദ്യാഭ്യാസത്തിന്റെ സാഹചര്യങ്ങൾ ഒരു 10 രൂപ ഹല്ലേലൂയ സ്തോത്രം കിട്ടിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10,000 രൂപ കിട്ടിയായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ ഇന്നോട്ട് ചേർക്കാമായിരുന്നു. 1 ലക്ഷമുള്ള നിന്റെ അയൽവാസി ഹല്ലേലൂയ സ്തോത്രം ലോട്ടറി അടിച്ച് കിട്ടുന്നവനാണെങ്കിൽ അത് കിട്ടിയിട്ട് അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ കൂടെ വലിയ ഞെളിഞ്ഞിട്ട് നിന്നെ കാണുമ്പോൾ ഇങ്ങനെ വെച്ച് പോയ ഒരു അനുഭവം നിന്റെ മുമ്പിൽ ഉണ്ടായിട്ടില്ലേ? പല കണ്ണുകളും നിന്നെ നോക്കി അല്ലെങ്കിൽ പല കണ്ണുകളും നിന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരൊറ്റ കണ്ണ് അല്ലെങ്കിൽ സ്വതന്ത്രം അഗ്നിജാലിക്കൊത്ത കണ്ണ്. അഗ്നിജാല എന്ന് പറയുമ്പോൾ മക്കളെ പ്രകാശമാ അല്ലേ? അല്ലെ അഗ്നിജാലിക്കൊത്തുള്ള കണ്ണുള്ളവൻ അവൻ നിന്നെ കണ്ടതുകൊണ്ടാണ് നീയും ഞാനും ഈ കണ്ണുകളിൽ പ്രകാശമേന്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇന്നും അല്ലെങ്കിൽ ജീവനോടുകൂടെ ആയിരിക്കുന്നത്. മഴകാലൻ കൺകളെന്നെ കണ്ടതാലേ മുടിന്തതെന്ത് നിனைத்தனா உயிர் வாழ்கின்றேன். ഉമ്മഴകാല കൺകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്ത് നിனைத்தனா ഉയിർ வாழ்கின்றேன். ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അനുഭവത്തിലുണ്ട്. കോട്ടയത്ത് ഞാൻ ചിങ്ങവനത്തിനടുത്ത് ഞങ്ങളുടെ ഒരു ദേവാസനമായിട്ട് ബൈക്കിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോവുക. ആ ചിങ്ങവനം കഴിഞ്ഞിട്ടുള്ള ഇറക്കമില്ലേ പ്രശ്നം. ആ ഇറക്കം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോകുന്ന മന്ദിരത്തിന് അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി ഇറക്കം ഇറങ്ങി ചീറിപ്പാറിന് അങ്ങോട്ട് പോവുക. അന്നേരം നേട്ടം ആ കാട്ടിൽ ഒരു പട്ടി എടുത്ത് വലതും ചാടി. വെളുപ്പിനെ പട്ടിയെ പോയി ഇടിച്ചിട്ട് ബൈക്കിൽ ഒന്ന് തെറിച്ചിട്ട് പോയിട്ട് 25 മീറ്റർ അപ്പുറത്ത് കണ്ടു പോയി ഞാൻ വീണ്. എനിക്കറിയത്തില്ല, തലയെ അടിച്ച ഞാൻ വീഴുന്നത്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ദേവദാസൻ സുന്ദരനും സുമുഖനുമാണ്. അവിടെ അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട് ഞാൻ ചാടി എഴുന്നേറ്റു, പുള്ളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പുള്ളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ മനസ്സിന്റെ ധൈര്യത്തിൽ ചാടി എഴുതാൻ മുട്ടികളുടെ ഒക്കെ ഇങ്ങനെ മാറിയിരിക്കുക. ഇവിടെ കണ്ടായിരുന്നു, അറിയത്തില്ല, അറിയാതെ ആ ഇതിൽ ചാടി എഴുന്നേറ്റു. വീണ്ടും അലച്ചും കിട്ടി താഴെ. അവിടെയൊക്കെ വന്ന ഒരു കാറുകാരൻ ഞങ്ങളെ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ഇദ്ദേഹം പെട്രോൾ അടിക്കാൻ കയറ്റിയിരിക്കുന്നു. ചത്തുപോകാൻ വേണ്ടി ദേഹത്ത് ശരീരത്തും മുഴുവൻ രക്തം ഒലിച്ചോണ്ടിരിക്കുക. അന്നേരം പറയാം പെട്രോൾ അടിക്കണം, വണ്ടിക്ക് പെട്രോൾ ഇല്ലെന്ന്. അല്ലെ ആ പാവം പിടിച്ചതിനെ എടുത്ത് കയറ്റിയല്ലോ. ഉടനെ എന്നോട് പാസ്റ്റർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, എടാ ഇവനാ നമ്മളെ കൊണ്ടുവന്ന് മിക്കവാറും മെഡിക്കൽ കോളേജ് അതിനു മുന്നേ നമ്മൾ പടമായി മോളിൽ പോകുന്ന പറഞ്ഞു. അത് പറയുന്നത് എനിക്ക് കേൾക്കാം. അങ്ങനെ ഞാനിങ്ങനെ കേട്ടു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് പാസ്റ്റർ തന്നെ ഇവിടെ ഇരുന്നൊരു ചെറിയ പഴയ നോക്കിയുടെ ഫോൺ ഉണ്ട്, അതുകൊണ്ട് വിളിച്ചു. ഇന്നത്തെ മറിയപ്പള്ളിയിലുള്ള ബാവൻചാൻ, ഞങ്ങൾ വിളിക്കാം തോമസ് താണത്ത്, അല്ലെ തോമസ് ആണ് പേര് അല്ലെ, മറ്റേ പേര് ബാവൻചാൻ, നമ്മൾ ഷോണാന്റിയും കൂടെ കാറയിൽ വന്നു. പെട്ടെന്ന് ശീഘ്രത്തിൽ ഞങ്ങളെ ആ കാറയിൽ നിർത്തി ഈ കാറിലോട്ട് കയറ്റാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഛർദ്ദിക്കാനൊന്ന് തോന്നി. ഞാൻ ഛർദ്ദിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ട് തല ഇങ്ങനെ ചായച്ചു. ഇങ്ങനെ ഛർദ്ദിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഈ കൈ ഒന്ന് സീറ്റിലോട്ട് പിടിച്ചിട്ട് നേരെ ഒന്ന് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറി, കണ്ണെല്ലാം അടഞ്ഞു. എന്നെ ഈ വണ്ടിയിൽ നിന്ന് അവരെല്ലാം തൂക്കിയെടുത്ത് മറ്റേ വണ്ടിയിൽ കയറ്റി. പെട്ടെന്ന് ഇക്കിള് പോലെ വന്ന് ശ്വാസം കിട്ടാതെ വന്നിട്ട് എന്റെ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് കണ്ണ് ഇങ്ങനെ തള്ളി വരുവാൻ്റെ കൂടെ എത്തുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാണുന്നുണ്ട് ഒരു കരം ഇങ്ങനെ വരുന്നത്.
ഷോണാന്റിയുടെ കരം ഇങ്ങനെ വന്നിട്ട് എന്റെ കണ്ണ് ഇങ്ങനെ തിരുമി ഇങ്ങനെ അടയ്ക്കുകയാണ്. കാരണം എന്റെ ജീവൻ പോവുകയാണ്. കാരണം എനിക്കറിയാം എന്റെ പിന്നീട് ഞാൻ അറിഞ്ഞ തല അതുപോലെ അടിച്ചിട്ട് എന്റെ തലയിലെ ബ്ലഡ് ക്ലോട്ട് ആയിപ്പോയി. തലച്ചോറിലെ ബ്ലഡ് ടാർ റോഡിലോടല്ലേ തല പോയി അടിച്ച്. എന്നിട്ട് കണ്ണിങ്ങനെ തിരുമി അടിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു തല പൊളിച്ച് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലാതെ വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് അവിടെയുള്ള ദൈവസഭയിലുള്ള ദൈവമക്കൾ എല്ലാവരും കൂടെ ഓടി വന്നു. ഞാൻ ഓർക്കുന്ന വെച്ചാൽ പുത്തനങ്ങാടിയിലെ മറ്റേ കറിയാക്കുട്ടിച്ചാലില്ലേ, പൊൻപള്ളിയിലുള്ള കറിയാക്കുട്ടിച്ചാലൊക്കെ ഓടി വന്നിട്ട് പിന്നീട് പറഞ്ഞ് ഞാൻ അറിഞ്ഞതാ, ആ ജൂലൈ മാസം ഭയങ്കര മഴയുള്ള സമയമാണ്. ആ കാഷ്വാലിറ്റിയിലൂടെ വന്ന് ഇങ്ങനെ മുഴങ്കാൽ അങ്ങ് ആ ചവിട്ടി മെതിച്ചിട്ട് ഇങ്ങനെ ചള്ളയ്ക്കതിലോട്ട് മുട്ട് ഇട്ടിട്ട് ആ പാവങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോഴത്തേന് ഇത് ഈ ദൈവമക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോൾ നിന്റെ സ്വന്തക്കാരൻ കാണത്തില്ല, എന്റെ ബന്ധക്കാരൻ കാണത്തില്ല, പാവങ്ങളിലുള്ള എന്റെ അപ്പനോ എന്റെ അമ്മയോ എന്റെ സഹോദരങ്ങളോ ആരും ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കരയാനും ഉണ്ടായിരുന്ന കോട്ടയത്തുള്ള പാവപ്പെട്ട കുറെ ദൈവമക്കളാണ്. അവരവിടെ മുഴങ്കാലും അടക്കി അവർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധം വന്നു. ബോധം വന്നപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, അമ്മയുടെ പേര് അപ്പന്റെ പേര് കാര്യങ്ങൾ കുറേയൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ട്, ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് മരുന്നിൽ തീർക്കാന്ന് പറഞ്ഞു. വീണ്ടും മരുന്നിൽ ചോദിച്ചു. ഓർത്തോടെ വിഭാഗത്തിലേക്ക് എന്റെ മുട്ടിയർട്ട എല്ലാം മാറിപ്പോയിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോഴും ഇതുപോലെ എന്റെ അപ്പൻ ഇതുപോലെ എന്റെ ബെഡിനെടുക്കുക ഇതുപോലെ പ്രയാസം എനിക്ക് വീണ്ടും വന്നിട്ട് എന്റെ അപ്പന്റെ കരവെന്നെ 2 പ്രാവശ്യം എന്നെ ഇങ്ങനെ തിരുമി അടയ്ക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. വീണ്ടും എനിക്ക് ബോധം നഷ്ടപ്പെടുന്നു. പിന്നീട് കാണുന്ന ചട്ടി പോലുള്ള ഫാൻ കറങ്ങുന്ന പിന്നെയും എനിക്ക് ബോധം തിരിച്ചു വന്നു. അന്നപ്പോഴത്തേക്ക് നമ്മുടെ പഴയ ഫാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. പണ്ട് ഇല്ലാശുപത്രി ഇതുപോലുള്ള ചട്ടിയുള്ള പോലുള്ള ഫാൻ നമ്മൾ എടുത്തിട്ട് നെഞ്ചത്തോട്ട് വിടാൻ നേരം തീർന്നു പോയത്. അപ്പൊ ഇതിങ്ങനെ കറക്കോ പറഞ്ഞ് കറങ്ങുന്നതാണ് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം ഹല്ലേലൂയ സ്തോത്രം. 2 പ്രാവശ്യം ഈ കണ്ണ് തിരുമി അടച്ചതാ. ഇന്ന് ഈ കണ്ണുകൾ കൊണ്ട് ഈ തിരുവചനം വായിച്ച് ഈ തിരുവചനത്തിന്റെ ആജ്ഞകൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ തന്നെ അത് ഉൾക്കൊള്ളുമ്പോൾ